സ്ട്രെയിറ്റ് ലൈൻ, അതായത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ എന്ന് കണ്ടോ, എന്ന് പറയുന്നത് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്നാണ് നമ്മൾ ഈനെ വിളിക്കുന്നത്. അപ്പോൾ ആ മിനിമം അതായത് എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ആവുന്നത് ഏത് ലൈനാണോ, അതായത് y=a+bx കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈയുടെ വാല്യൂ, അതായത് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് മിനിമം ആവുന്ന ലൈൻ, ഫിറ്റ് ആവുന്ന ലൈൻ എന്ന് പറയുന്നത് y=a+bx ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിലുള്ള നോർമൽ ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. സമ്മേഷൻ അതായത് y=a+bx, അത് ആ രീതിയിൽ, അതായത് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ലീസ്റ്റ് സ്ക്വയേഴ്സ്, അതിൻ്റെ ഫിറ്റിംഗ് ലൈൻ എന്ന് പറയുന്നത് y=a+bx ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ yi=n×a+b×summation xi ആയിരിക്കും. അതേപോലെ സമ്മേഷൻ xi=a×summation xi+b×summation xi² ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. അതായത് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയും ആയിട്ട് വരുമ്പോഴുള്ള ഫിറ്റിംഗ് ലൈൻ്റെ ഇക്വേഷൻ y=a+bx ആയിരിക്കും. അതിൻ്റെ നോർമൽ ഇക്വേഷൻ ഈ രണ്ടെണ്ണമായിരിക്കും എന്ന് പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചും ചോദിക്കും. എക്സ് ഡിപ്പെൻഡൻ്റ് ആക്കിയിട്ട് വൈ ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറയും, ചിലപ്പോൾ എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഏതാണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. എക്സ് ഇൻഡിപെൻഡൻറ്റും വൈ ഡിപ്പെൻഡൻറ്റും ആണെങ്കിൽ ഇതാണ് നോർമൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫിറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ടു ദ ഫോളോയിങ് ഡാറ്റ. അതായത് സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റിഗാർഡിങ് എക്സ് ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ ഇസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഡെഫിനിഷനിലുള്ള പോലെ തന്നെയാണ്. സെക്കൻഡ് നോക്കി, വൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡാറ്റാസ് തന്നിട്ടുണ്ട്, എക്സും വൈൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻസ് എഴുതി, ദെൻ ഒരു ടേബിൾ വരയ്ക്കുക. എക്സിൻ്റെ വാല്യൂസ് താഴത്തോട്ട് എഴുതുക, വൈൻ്റെ വാല്യൂസ് താഴത്തോട്ട് എഴുതുക. x² കണ്ടുപിടിക്കുക, y² കണ്ടുപിടിക്കുക, xy കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ മൊത്തം അതിൻ്റെ സമ്മേഷൻ xi കണ്ടുപിടിക്കുക. ടോട്ടൽ ആഡ് ചെയ്യുക, സമ്മേഷൻ yi ചെയ്യുക, സമ്മേഷൻ xi² ചെയ്യുക, സമ്മേഷൻ yi² ചെയ്യുക, സമ്മേഷൻ xi yi ചെയ്യുക. എന്നിട്ട് നോർമൽ ഇക്വേഷൻ എന്താ? നോർമൽ ഇക്വേഷൻ ഫസ്റ്റ് വൺ നോർമൽ ഇക്വേഷൻ എന്താ? സമ്മേഷൻ yi=n×a+b×summation xi. അപ്പോൾ ഇവിടെ സമ്മേഷൻ yi എന്താ പറഞ്ഞിരിക്കുന്നത്? 123 ആണല്ലേ. 123=n×a. n എത്ര ഡാറ്റാസ് തന്നിരിക്കുന്നത്? 5 ഡാറ്റാസാണ്. 5a+98b എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ വരും. രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ എന്താ? സമ്മേഷൻ xi അതായത് 2692=98a+2184b എന്ന് വരും. ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? a=3.66 എന്ന് കിട്ടും, b=1.07 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഇക്വേഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y=a+bx അല്ലേ. അപ്പോൾ y=എയുടെ വാല്യൂ എന്താ? 3.66 + 1.07x. അതാണ് ആ ഇക്വേഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കി. സെക്കൻഡ് പാർട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ട്? കാരണം അവിടെ വൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ ഈ എഴുതിയതിന് സമ്മേഷൻ വൈക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മേഷൻ xi എന്നാണ് എഴുതുന്നത്, വിച്ച് ഇസ് n×some other constant c + d × yi. നേരെ തിരിച്ചെഴുതുക. താഴെ സമ്മേഷൻ xi yi=a×summation yi c×summation yi + d × yi². നമ്മൾ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡാറ്റാസ് തന്നെ മതി അല്ലേ. അപ്പോൾ എഴുതേണ്ട വാല്യൂസ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷൻ x=-3. അതായത് ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = c + dy ആയിരിക്കും. അവിടെ y=a+bx അല്ലേ വന്നേ. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് x=-3.1 + 0.92 y ആയിരിക്കും. ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ് ഫിറ്റിംഗ് എ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ പാരാബോളയുടെ കേസ്, അവിടെ ലൈനിൻ്റെ കേസല്ലേ നമ്മൾ പഠിച്ച്, ഫിറ്റിംഗ് എ ലൈനാണ് പഠിച്ച്. ഇവിടെ ഫിറ്റിംഗ് എ പാരാബോളയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ given a set of data points xi y of an independent variable x and dependent variable y. പരാബോള ഫിറ്റ് ചെയ്യണം. പരാബോളയുടെ ഇക്വേഷൻ എന്താ? y=a+bx + cx². അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ കാണണം, ബിയുടെ വാല്യൂ കാണണം, സിയുടെ വാല്യൂ കാണണം. മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ കാണേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ നോർമൽ ഇക്വേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സമ്മേഷൻ yi=na+b×summation xi + c×summation xi². അങ്ങനെയുള്ള 3 നോർമൽ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ടു ഫിറ്റ് എ കർവ് ഓഫ് ദ ഫോം y=ax + bx² ടു ദ ഫോളോയിങ് ഡാറ്റ ബൈ കൺവേർട്ടിംഗ് ദ ഇക്വേഷൻ
y ഈക്വൽ ടു എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ടു ലീനിയർ ഫോം. എക്സിൻ്റെ വൈൻ്റെ ഡാറ്റാസ് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്താ, y ഈക്വൽ ടു എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ ലീനിയർ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കണം, എക്സ് സ്ക്വയർ പാടില്ല. അപ്പോൾ നമ്മളൊരു എക്സ് കൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ y ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് വരും. അതായത് സ്മോൾ ലെറ്റർ y ബൈ എക്സ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ y എന്ന് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് കിട്ടും. ഇനി അതുപോലെ ഈ ലീനിയർ ഇക്വേഷനാണ്, കാരണം അതിൽ എക്സ് സ്ക്വയറുകളില്ല. അപ്പോൾ അത് ലീനിയർ ഇക്വേഷനാണ്. സ്മോൾ ലെറ്റർ എക്സ് അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ക്യാപിറ്റൽ ലെറ്റർ y എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഫിറ്റിംഗ് ലൈൻ ചെയ്തപ്പോൾ അതിൻ്റെ നോർമൽ ഇക്വേഷൻസ് നമ്മൾ എഴുതി, എന്നിട്ട് ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എ ഡി ബി ഡി വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ y ഈക്വൽ ടു എന്ന് പറയുന്നത് എ പ്ലസ് ബി എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടി, 0.2363 പ്ലസ് 0.111 എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അതെന്ന് പറയുന്നതാണ്, അങ്ങനെയാണ് ആ പരാബോൾ ലൈൻ്റെ ഓക്കെ എ പ്ലസ് ബി എക്സ് സ്ക്വയർ. അപ്പോൾ ആ പരാബോളിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും എ പ്ലസ് ബി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്. എയുടെ വാല്യൂ 0.2363, ബിയുടെ വാല്യൂ 0.1116 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പരാബോള ഫിറ്റ് ചെയ്യുക. അങ്ങനെ പോലെ ലൈനിൻ്റെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പോലെ ആയിരിക്കും. ഇത്രയാണ് 5th മൊഡ്യൂൾ വരുന്നത് കേട്ടോ.